അപ്പൊ അതുകൊണ്ട് ഒരു തൈലത്തിനെ പരിചയപ്പെടുത്തുക. അഗസ്ത്യ വൈദ്യ മുക്കൂട്ട് തൈലം. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ കൈവശം വെക്കണം. മുക്കൂട്ട് തൈലം. അതിന് പശുവിന്റെ നെയ്യ്, അരഭാഗം. നാടൻ പശുവിന്റെ നെയ്യ് വേണം, നല്ല നെയ്യ് വേണം മേടിക്കാൻ. അരഭാഗം, അരഭാഗം എന്ന് എഴുതണം. അരഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ പകുതി ഒരു എടുക്കുന്നതിന്റെ പകുതി എന്നാ വെച്ച് കഴിഞ്ഞാൽ അരഭാഗം. നമ്മൾ അരഭാഗം എഴുതാൻ മനസ്സിലാവും. നെയ്യ് അരഭാഗം, എണ്ണ എള്ളെണ്ണ 2 ഭാഗം, വേപ്പെണ്ണ 2 ഭാഗം. തീർന്നു, 3 കൂട്ടായില്ലേ? അപ്പൊ 1 കിലോ നെയ്യ് എടുക്കണമെങ്കിൽ 1 കിലോ നെയ്യ് എടുക്കണമെങ്കിൽ 2 കിലോ എള്ളെണ്ണ, 100 നെയ്യ് എടുക്കണമെങ്കിൽ 1 കിലോ. അത് നിങ്ങളുടെ സൗകര്യം പോലെ വിധിക്കാം. നിങ്ങൾക്ക് 100 മില്ലി ഉണ്ടാക്കണമെങ്കിൽ 100 മില്ലിയ വേണ്ടെങ്കിൽ ആദ്യം 100 നെയ്യ് ഒഴിക്കാം, പിന്നെ 200 എണ്ണ ഒഴിക്കാം, 200 വേപ്പെണ്ണ ഒഴിക്കാം. കണക്കായില്ലേ? അതിനുള്ള കാശില്ല. കുറച്ചോ ഉണ്ടാക്കണോന്ന് വെച്ചാൽ 50 ഉണ്ടെങ്കിൽ അളവ് കിട്ടിയോ? മനസ്സിലായില്ലേ? 4 കിലോ വരില്ല. 4 കിലോ എള്ളെണ്ണ, 4 കിലോ വേപ്പെണ്ണ, 2 കിലോ നെയ്യ്, 1 കിലോ. ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1 ഗ്ലാസ് എണ്ണ ഉണ്ടെന്നിരിക്കോ. 1 ഗ്ലാസ് എണ്ണ എടുക്കണമെങ്കിൽ 1 ഗ്ലാസ് ഉണ്ടെങ്കിൽ ആദ്യം നെയ്യ് എടുക്കണം. 1 ഗ്ലാസ് നെയ്യ്, അടുത്ത് 2 ഗ്ലാസ് എണ്ണ, 2 ഗ്ലാസ് വേപ്പെണ്ണ. അത് മനസ്സിലാക്കാനായിരിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളിൽ നിന്ന് എടുക്കുന്നത് 1 കൂട്ടമുള്ളൂ. പിന്നെ യമഹം എന്ന് പറഞ്ഞ സാധനം കഴിക്കാൻ കിട്ടും. യമഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൂട്ടം എടുക്കുന്നതിനാണ്. 2 കൂട്ടം പറഞ്ഞാൽ എണ്ണയോ ആവണക്കെണ്ണയോ വലുതെണ്ണയോ നെയ്യോ ഏതെങ്കിലും 2 ഐറ്റം 2 കൂട്ടം ചേർത്ത് ഔഷധങ്ങളുടെ ചേർത്ത് ക്രമപ്പെടുത്തുന്നതിനാണ് യമഹം എന്ന് പറയുന്നത്. പിന്നെ തൈലം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 1 കൂട്ടമുള്ളൂ. വെളിച്ചെണ്ണ, തിലം, എള്ളയിൽ നിന്ന് എടുക്കുന്ന അർത്ഥം. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അതിന് കേരം എന്ന് പറയും. കേരതൈലം എന്ന് പറയും. കേരതൈലം എന്നല്ല, കേരം എന്നാണ് പറയേണ്ടത്. മനസ്സിലാവുണ്ടോ? അത് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ വേപ്പെണ്ണയോ അതുപോലെ എന്തെങ്കിലും വീര്യം കൂടിയ അമിതമായിട്ട് വീര്യമുള്ള സാധനത്തിനാണെങ്കിൽ അനുപാതം കുറയ്ക്കും. കുഴമ്പിന്റെ നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ, കുഴമ്പിന്റെ നിയമമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നെയ്യ് 1 ഭാഗം, അതിന്റെ 2 ഭാഗം എണ്ണ, പിന്നെ ആ എണ്ണ തന്നെ ചേർക്കണമെങ്കിൽ 2 ഭാഗം കൂടെ. അതിനാണ് കുഴമ്പിന്റെ നിയമമാണ് അത്. അത് കുഴമ്പ് നിയമം. ആ അനുസരിച്ചാണ് അത് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് വേപ്പെണ്ണയ്ക്ക് വീര്യം ഉള്ളത് കൊണ്ട് പിന്നെ ആ വീര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഭാഗം നെയ്യും, 2 ഭാഗം എണ്ണയും, 1 ഭാഗം വേപ്പെണ്ണ. അപ്പൊ അങ്ങനെ ഇത് അരഭാഗമായിട്ട് കുറയ്ക്കണം. മറ്റേ കുഴമ്പ് നിയമപ്രകാരം അങ്ങനെയാണ്. അത് വെച്ചാൽ ആയുർവേദ വിധി അനുസരിച്ച് ഇപ്പം നമ്മൾ ഔഷധ നിർമ്മാണം പഠിക്കുകയെന്ന് വെച്ചോ. കോളേജിൽ നിന്ന് ഔഷധ നിർമ്മാണം പഠിപ്പിക്കുമ്പോൾ ആ കുഴമ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ നെയ്യ് കുറച്ചും ബാക്കി നെയ്കൾ കൂട്ടി 3 അനുപാതത്തിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് കുഴമ്പെന്ന് പറഞ്ഞത്. യമകം, കുഴമ്പ്, തൈലം, ഇത് 3 എണ്ണയ്ക്കകത്തുള്ളത്. അതിൻ്റെ മരുന്നുകൾ കണ്ടോളൂ. മരുന്നുകൾ എല്ലാവരും വന്ന് കാണും. മരുന്നുണ്ടാക്കി പരിചയം. ഇതാണ് തവിട്ട് വേമ്പാട. ഇതിപ്പോൾ ഇനി പൊടിക്കാൻ പോകാതെ ഇനി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാൻ. ഒരു പാത്രം കാണിച്ചേ, ഒരു പാത്രം എല്ലാവരും കാണാം. തൊട്ട് നോക്ക്, മണത്ത് നോക്ക്. തകിട്ട് വേമ്പാടാന്ന് പറയും. തകിട്ട് വേമ്പാട. ഒരു പരന്ന പാത്രമാണ്. ഇതിനകത്ത് എല്ലാ സാധനം കാണും.
ഇത് വയമ്പ്. വയമ്പ് എല്ലാവർക്കും അറിയാലോ. വയമ്പ് കൊച്ചുമുക്ക് അയച്ചു കൊടുക്കണല്ലേ വയമ്പ്. അത് തളിട്ട് വയമ്പാടാ. വയമ്പ് കണ്ടത് ഇതിനകത്ത് കിട്ടും. ദേവതാരം കണക്ക് നോക്കും. ദേവതാരം ആണല്ലേ? ദേവതാരം എഴുതാ. നിങ്ങൾ എഴുതാ. ഈ സാധനം ഇപ്പൊ പൊടിച്ചു കഴിയുമ്പോ പിന്നെ നിങ്ങൾ കാണിക്കാനൊക്കെ ഇല്ലതാ. വയമ്പ് ഇത് തളിട്ട് വയമ്പാടാ. അളവ് പറയാം നിങ്ങൾ എഴുതിക്കോ. ദേവതാരം എഴുതിയോ? അത് പൂവത്ത് പറയാം. പിന്നെന്താ പൂവത്ത് കോൽമഞ്ചട്ടി വയമ്പോട്ടിയാ. വയമ്പോട്ടിയില്ലേ? ഇരട്ടി മധുരം. വെളുത്തുള്ളി, ചിറ്റരുത്ത ഇത് പൂവത്ത്. പൂവത്ത് അങ്ങനെയല്ല. പൂവത്ത് മഞ്ചട്ടി, പൂവത്ത് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ കോൽ മഞ്ചട്ടി എന്നൊക്കെ പറയും. മഞ്ചട്ടി. പിന്നെ അത് കുന്തിരിക്കാം. പിന്നെ അതിനകത്ത് അരി പോലെ കിടക്കുന്നത് ചതകുപ്പ. പിന്നെ അതിനകത്ത് ഉരുണ്ട് കിടക്കുന്നത് കടുക്. അത്ര സാധനമുള്ളൂ. അളവ് ഈക്വല്. നാഴിക്ക് 4 കഴിഞ്ഞ് ഒരു നാഴി എണ്ണ ഉണ്ടെങ്കിൽ അപ്പൊ 250 ഗ്രാം എണ്ണ ഉണ്ടെങ്കിൽ ഓരോ ഐറ്റം സാധനങ്ങളും 4 കഴിക്കുക. ഒരു കഴിച്ചെന്ന് പറഞ്ഞാൽ 2 കഴിക്കുക. അല്ല 5 ഗ്രാം. നമ്മൾ 3 ലിറ്റർ എണ്ണയും 1/2 ലിറ്റർ നെയ്യും എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അളവ് എങ്ങനെയാ? ഒരു നാഴി കണക്കിന് നാഴിക്ക് 4 കഴിക്കുക. അതാണ് പഠിച്ചിട്ടുള്ളത്. എട്ട് കഴിഞ്ഞ വീതം കഴിഞ്ഞെന്ന് പറയുമ്പോ മനസ്സിലാവാത്തവർക്ക് ഒരു കഴിഞ്ഞ 5 ഗ്രാം. ഒരു കഴിഞ്ഞ 5 ഗ്രാം കണക്കിലാക്കണം. നാഴി എന്ന് പറയുന്നത് 250 ഗ്രാം. എന്നിട്ട് അത് അതിന്റെ മോടെ കണക്കിലാക്കും. അങ്ങനെ ഉണ്ടാക്കാം. 250 മില്ലി. 250 മില്ലി കരവസ്തുക്കളും ഗ്രാമവസ്തുക്കളും ചേർന്നിട്ട്. കരവസ്തുക്കള് നമ്മൾ തൂക്കിയല്ലേ എടുക്കണേ. ആ തൂക്ക കണക്ക് 5 ഗ്രാം. ഒരു കഴിഞ്ഞതിന് 5 ഗ്രാം. പിന്നെ മറ്റേ കണക്ക് പറഞ്ഞില്ലേ? ഓരോ മരുന്നും നാഴിക്ക് 4 കഴിഞ്ഞ വീതം. കഴിഞ്ഞിട്ടുള്ളടത്ത് 4, 5, 20 ഗ്രാം. നമുക്ക് ശരിയായോ? ഒന്നുകൂടെ പറയാം. വേമ്പാട. ആദ്യം വേമ്പാട ഉണ്ടല്ലോ. രണ്ടാമത്തത് ദേവതാരം. മൂന്നാമത്തത് വയമ്പ്. നാലാമത്തത് ചിറ്റരുത്ത. പിന്നെ 5-മത്തത് ഇരട്ടി മധുരം. പിന്നെ പൂവത്ത്, കുന്തിരിക്കം, ചതകുപ്പ, കടുക്, വെളുത്തുള്ളി. ധന്വന്തരി മന്ത്രമാണ്. ഓം ദേവദേവ ധന്വന്തരായ അമൃതകലശഹസ്തായാം സർവരോഗ വിനാശായാം ത്രൈലോക്യനാഥായാം വിഷ്ണുവേ സ്വാഹ.
എണ്ണ ഒഴിക്കുമ്പോൾ ദേവിയുടെ ഏതെങ്കിലും ശ്ലോകം ചൊല്ലിയാൽ മതി. ദേവിയുടെ ഏതെങ്കിലും ഇഷ്ടമുള്ളത് ദേവിനെ ഓർക്കാന്നുള്ളൂ. നെയ്യ് വിഷ്ണു പ്രാധാന്യമാണ്. വേപ്പണ്ണയുടെ ദേവൻ യമനാണ്, യമദേവനാണ്. യമദേവൻ പ്രാർത്ഥിച്ച ക്യാമറയുടെ മുന്നിൽ നിൽക്കല്ലേ മാർക്കി. അഗ്നി കത്തിക്കുമ്പോഴും അഗ്നിദേവനെ പ്രാർത്ഥിച്ചിട്ട് വേണം തീ കൊടുക്കാം. ഇത് പാകപ്പെടുത്തി തന്നെ അപ്പോൾ ഒഴിച്ചതൊക്കെ കണ്ടില്ലേ. ആദ്യം നമ്മൾ കലക്കൻ 10 കൂട്ടം ഇട്ടു. 10 കൂട്ടമല്ല 9 കൂട്ടം, ഒരു കൂട്ടം ഇരിപ്പുണ്ട്. അതിട്ടു. അത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തൈലം ഇട്ടു. ഈ തൈലവും നെയ്യിലേക്ക് അതിനകത്തുള്ള പവർ മുഴുവൻ പകരും. എണ്ണയ്ക്കും നെയ്ക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഗുണം നശിക്കാതെ അന്യ ഗുണങ്ങളെ സ്വീകരിക്കും. അന്യ ഗുണങ്ങൾ എല്ലാം ആ തൈലത്തിലേക്ക് പ്രവേശിക്കും. അന്നേരമാണ് അത് മെഡിസിൻ ആവുന്നത്. ഇളക്കാനൊരു ചെറിയ പാത്രം. അഗസ്ത്യ ശാസ്ത്രവിദ്യ അനുസരിച്ച് മുക്കൂട്ടാണ്. ഇത് വാദത്തെയും വിത്തത്തെയും ഭാവത്തെയും ഒരേപോലെ ക്രമപ്പെടുത്തും. അപ്പം ആർക്ക് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. തലയിൽ ഉപയോഗിക്കാൻ പാടില്ല. കഴുത്ത്, ചോറ്, അതുപോലെ ബാക്കിയുള്ള ബോഡി താഴോട്ടുള്ള എല്ലാ ബോഡിയിലും ഉപയോഗിക്കും. പക്ഷേ തലയെ മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല. തലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുക്കൂട്ടായതുകൊണ്ട് തല സ്വീകരിക്കില്ല. അത് മാത്രമല്ല തലവേദന ഉണ്ടാകുകയും മുടി കൊഴിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യും. തലയിൽ എണ്ണ മാത്രം ആണ്. പാകം ഇങ്ങനെയല്ല. പാകം ഒന്നും നോക്കാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് മണൽ പാകം എന്ന് പറയും. പാകങ്ങൾ ഒത്തിരിയുണ്ട്. മണൽ പാകം, മെഴുക് പാകം, അരക്ക് പാകം, മുറുപാകം, അങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ട്. ആദ്യം വേദനകൾക്കെല്ലാം മണൽ പാകമാണ്. എന്നുവെച്ചാൽ ഈ സാധനം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ മണൽ പോലെയാവും. ജലാംശങ്ങളൊക്കെ വറ്റി എണ്ണയ്ക്കകത്ത് കിടന്ന് പോലും നമ്മൾ പപ്പടം കാച്ചുന്നില്ലേ. പപ്പടം കാച്ചുമ്പോൾ ഇച്ചിരി അങ്ങ് വെച്ചുകൊണ്ടിരുന്നല്ല എന്നാ ചുമന്ന നിറമൊന്ന് കൊള്ളിലുണ്ടായി പോയില്ലേ, പിന്നെ കുളമാവും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കരിയായി പോയില്ലേ, അതുപോലെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പതയ്ക്ക് മാറ്റം വരും. ഇപ്പം ഉള്ള ചെറിയ പതകൾ മാറി മീൻകണ്ണി പത വരും. ഇത്തരം പതകൾ മാത്രമായിട്ട് വരും. അങ്ങനെ പതയിൽ നോക്കി വാങ്ങണ ആശാന്മാരുണ്ട്. ഇവിടെ തവി വേണേ ചിലപ്പോൾ മുകളിലോട്ട് കയറി ചട്ടിന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കണം. ചൂടുവെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കുളിക്കണമെന്നൊന്നുമില്ല. ഒരു പായസ് ഭാഗമായിട്ട് തേച്ച് കഴിഞ്ഞാൽ അത് ചൂടുവെള്ളത്തിലേക്ക് കഴുകാവുള്ളൂ. ഇത് തേച്ചിട്ട് ഒരു ഭാഗത്ത് തേച്ചിട്ട് ഫുള്ളായിട്ട് കുളിക്കുമ്പോൾ ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം നമ്മുടെ കാൽമുട്ടയിൽ മാത്രം തേച്ചു, അത് നമ്മൾ കുളിക്കണില്ല, കഴുകി കളയുകയാണെങ്കിൽ ചൂടുവെള്ളത്തിലേ കഴുകാവും. അല്ലെങ്കിൽ തുണിയും കൊണ്ട് തുടയ്ക്കണം. വേപ്പെണ്ണയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതിങ്ങനെ ചൂടാകുമ്പോൾ പാത്രം കവിഞ്ഞു പോകും. ഒന്നിൽ തീ കുറയ്ക്കണം, അതിങ്ങനെ കോരി ആറ്റണം. ഒന്നായിട്ട് കഴിയുമ്പോൾ അപ്പോൾ അതൊക്കെ മണലന്ത്യം മണൽ മദ്യം എന്ന് പറഞ്ഞ് ഓരോ ഭാഗങ്ങളുണ്ട്.
ആ പാകത്തിൽ തന്നെ എടുത്താലാണ് ഞാൻ ഔഷധ വീര്യം കിട്ടും. ഇതെല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. നിങ്ങൾ പുറത്തുനിന്ന് ഒരു സാധനം മേടിച്ച് ഉണ്ടാക്കിയാൽ അതിന് ഫലം കിട്ടില്ല, ഇതിനുമേ നമുക്ക് ഉറപ്പും കിട്ടില്ല. ഇത് മണൽ പാകത്തിൻ്റെ മണൽ പാകത്തിൻ്റെ വെച്ച മണൽ പാകമാകുമ്പോഴത്തേക്കും കൂടി ജലാംശം പറ്റിപ്പോയി. ജലാംശം പറ്റിപ്പോയി അത് ഔഷധ വീര്യവും ആ തൈലവുമായിട്ട് നിൽക്കും. പാകത്തിൽ ചേർത്താൽ അവൻ്റെ വീര്യം വർദ്ധിക്കും. അവൻ്റെ യോഗവാഹിയാണ് പച്ചക്കർപ്പൂരം. ആ ഒരു 10 ഗ്രാം 5 ഗ്രാമൊക്കെ ഇട്ടാൽ മതി. പൊരിയുമ്പോൾ അത് വാങ്ങാം, അല്ലെങ്കിൽ കലക്കാൻ നോക്കാം, അല്ലെങ്കിൽ പത നോക്കാം. പത എന്ന് പറഞ്ഞാൽ ഈ പതകൾ ആദ്യം ഉണ്ടായിരുന്ന പതകളൊക്കെ പോയില്ലേ, അത് കഴിഞ്ഞിട്ട് അവസാനം മൂക്കും തോറും ഈ പത മാത്രമായിട്ട് വരും. മീനിൻ്റെ കണ്ണിൻ്റെ വലിപ്പമുള്ള പതകൾ മാത്രമായിട്ട് വരും. ഈ സോഫ്റ്റ് പതകളെല്ലാം പോകും, ചെറിയ പതകളെല്ലാം പോകും. എണ്ണ കത്താൻ പാടില്ല, കത്തിയാൽ വീര്യം പോയി നടക്കും. അപ്പോൾ നമ്മൾ കളറും ഗുണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് പിന്നെ കയറ്റുവാമ്പാട പൊടിച്ചത് അത് മൊത്തം 250 ഗ്രാമുണ്ട്. കണ്ടോ കളർ മതി, കണ്ടോ മൊത്തം വേണ്ട, ഇച്ചിരി അധികം കണ്ടോ കയ്യിലത്തിന് കളർ. ഇത് മണൽ പാകമാണ്, ഉണ്ടോ പാകം ഇല്ല ഉണ്ടോ. ചേർക്കരുത്, വെള്ളമുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. കണ്ട വിഷമെല്ലാം മേടിച്ച് തിരുമ്മി. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കൽക്കനൊക്കെ പല ആകൃതിയിലാണ്. അതിന് നമുക്ക് അരച്ചെടുത്ത് ഒരേ ആകൃതിയിലാക്കുകയാണെങ്കിൽ ചെറിയ കഷ്ണം കത്തിപ്പോവില്ല. ഇതിപ്പോൾ ഇങ്ങനെ കരിയുന്നതായി അത് ഇച്ചിരി ആകാതെയും വന്നു. എല്ലാം ഒരു വലുപ്പമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തരിക്കാം, അല്ലെങ്കിൽ നൈസ് പൊടിച്ചരിച്ചെടുക്കാം. പൊടി അരിച്ചെടുക്കുക എല്ലാം ഒരേ പാകത്തിലെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വീര്യം കൂടുതലായിരിക്കും. കൽക്കൻ ഇത് ആട്ടുംപാലിലൊക്കെ അരച്ച് കാലിൻ്റെ മുട്ടയിലൊക്കെ ഇടാം. നീര് വലിക്കാനുള്ളൊരു പവറുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ ഫലങ്ങളെല്ലാം എണ്ണയ്ക്കകത്തേക്ക് പോരും. പണി തീർന്നു.